തമിഴ്നാട്ടിലെ സേലത്ത് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. റോഡിൽ മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള ദിശാസൂചികകൾ വരയ്ക്കുന്ന യന്ത്രത്തിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? സംഭവത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? ജയലക്ഷ്മി, ഇത് ഇന്നലെ ദേശീയപാതയിൽ സേലം ബംഗളൂർ ദേശീയപാതയിൽ ശങ്കരിക്ക് സമീപം ചിന്നയ്ക്കാംപെട്ടിയിലാണ് ഈ അപകടമുണ്ടാകുന്നത്. റോഡിൽ ദേശീയപാതയിൽ നമ്മൾ ഈ വെളുത്ത വരകളൊക്കെ മാർക്ക് ചെയ്യാറുണ്ടല്ലോ, ദിശാസൂചികളും അതുപോലെ തന്നെ മീഡിയൻ ലൈനും അതുപോലെ സീബ്ര ലൈനൊക്കെ, അങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൊഴിലാളികൾ. അതിന് ആ മാർക്ക് ചെയ്യുന്നത് ഒരു ആ പെയിന്റ് നിറച്ചിരിക്കുന്ന ഒരു മെഷീനിലുള്ളതാണ്. ആ മെഷീനോട് ചേർന്നൊരു ഗ്യാസ് സിലിണ്ടറും ഉണ്ട്. ആ ഗ്യാസ് സിലിണ്ടറാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ആദ്യം ഇങ്ങനെ തീ കണ്ടപ്പോൾ തൊഴിലാളികൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വെള്ളം ഒഴിച്ചത് കെടുത്താനായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വലിയ ശബ്ദത്തോടു കൂടി ആ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ആ തൊഴിലാളികൾക്കൊന്നും അപകടം പറ്റാതിരുന്നത്. അവർ കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കത് ആർക്കെങ്കിലും പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ പൊള്ളലേൽക്കുന്ന രീതിയിലേക്കൊക്കെ പോയത്. ഏതായാലും അല്പസമയം ദേശീയപാതയിൽ ഈ ഒരു പൊട്ടിത്തെറിയെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണിത് പൊട്ടിത്തെറിച്ചത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കേൽക്കാതിരുന്നത് ഭാഗ്യം തന്നെയാണ്. ദേശീയപാതയിൽ ജോലി ചെയ്യുന്ന ആർക്കും ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്.